കുറച്ച് വ്യൂവേഴ്സിന് എങ്ങനെയാണ് WatchOS 8.7.1 ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ എക്സ്ട്രാ വീഡിയോ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. This is a special video for all those who couldn't install WatchOS 8.7.1. നിങ്ങൾ WatchOS 8.7.1 ഇൻസ്റ്റാൾ ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ iOS 16.1 ആണെന്നാണ്. അതായത് iOS 16.1 ഉപയോഗിച്ച് നിങ്ങൾക്ക് WatchOS 8.7.1 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കില്ല. വെരിഫിക്കേഷൻ ഫെയിലിയർ മെസ്സേജ് ആയിരിക്കും കാണിക്കുക. ഏകദേശം ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും കാണിക്കുക. ഇത് 16.1ൻ്റെ അതായത് iOS 16.1ൻ്റെ ഫിക്സ് ചെയ്യപ്പെടാത്തൊരു ബഗ്ഗാണ്. iOS 16.1ൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും WatchOS 8.7 ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് WatchOS 8.7.1ലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ iOS 16.1ൽ നിന്നും 16.2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ iOS 16.2 പബ്ലിക് ബീറ്റയാണ്. ആവശ്യത്തിൽ കൂടുതൽ ബഗ്സ് ഉണ്ട്. എന്നാൽ പോലും വാച്ചിലെ ഈ bootloop issue ഫിക്സ് ചെയ്യാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. iOS 16.2 പബ്ലിക് ബീറ്റ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വൺസ് നിങ്ങൾ WatchOS 8.7.1 ഇൻസ്റ്റാൾ ചെയ്താൽ ഈ bootloop issue 100% ഫിക്സ് ആവും. 100% ഗ്യാരണ്ടി. See, my watch is working fine. See, my watch is now working fine. ഈ വേർഷൻ നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടേക്കാം. See you in the next video.